വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. പൊളിറ്റിക്കൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ചാപ്റ്റർ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന അധ്യായം. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കി വെക്കേണ്ടതും, അതുപോലെ തന്നെ എല്ലാ വർഷവും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന അധ്യായം. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞു പോയ വർഷങ്ങളിലെ പേപ്പറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും, 8 മാർക്കിൻ്റേതുണ്ടാകും, 6 മാർക്കിൻ്റേതൊക്കെ ചോദിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ് ഈ 6ാമത്തെ അധ്യായം. ഈ ചാപ്റ്ററിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വിശദീകരിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്നതായിട്ട് ചോദ്യപേപ്പറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് മൗലികാവകാശം? നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് മൗലികാവകാശങ്ങൾ? നമ്മൾ പ്രധാനമായിട്ടും 6 മൗലികാവകാശങ്ങളുണ്ട്. 1, റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. 2, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3ാമതായി പറയുന്നത് റൈറ്റ് ടു അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 4ാമതായി പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5ാമതായി പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ദ ലാസ്റ്റ് പോയിന്റ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നിങ്ങൾ ഈ 6 കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. എന്നിട്ട് അതിലെ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ചർച്ച ചെയ്യുന്ന ഓരോ ആർട്ടിക്കിളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും. മാത്രവുമല്ല, അത് പഠിച്ചു വെച്ചാൽ എങ്ങനെയായാലും നിങ്ങൾക്കൊരു നല്ല മാർക്ക് ഒരു ആൻസർ കൊണ്ട് എഴുതിയെടുക്കുവാൻ കഴിയും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ചോദിക്കുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച്. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പല ചോദ്യപേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ചോദ്യപേപ്പറാണ്. ഈ ചാപ്റ്ററിൽ നിന്നും 2ാമതായിട്ട് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് മൗലിക സ്വാതന്ത്ര്യം. അവസാനമായി ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയല്ല, എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിട്ടുകളെ കുറിച്ച്. ആ റിട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കിയാൽ വലിയൊരു സ്കോർ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും നേടിയെടുക്കുവാൻ കഴിയും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വലിയൊരു സ്കോർ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ മറ്റു ചാപ്റ്ററുകളുടെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്നേരം നിങ്ങൾ ഇതെല്ലാം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ വലിയ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ പിന്തുടരണം. ഓക്കെ, താങ്ക് യു.